സ്റ്റെഫിൻ, ഈ സംഭവത്തിൽ തുറന്നു പറയുകയാണ് ഭാര്യ ബിന്ദു. ഇനിയിപ്പോൾ നിയമ നടപടി ആലോചിക്കുന്നുണ്ടോ? അവരുടെ നിലപാട് എന്താണ്? മന്ത്രിയുടെ പ്രതികരണം നമ്മൾ നേരത്തെ കേട്ടതാണ്. ഇക്കാര്യത്തിൽ വലിയ സിദ്ധാന്തങ്ങൾ, ന്യായീകരണങ്ങളൊക്കെ ആയിട്ട് മന്ത്രി വന്നെങ്കിലും അതിനപ്പുറത്തേക്ക് ഒരു സ്ത്രീയാണ്. സ്ത്രീക്ക് പറയാൻ പറ്റുന്ന അപ്പുറത്തേക്കാണ് പ്രതികരണം നമ്മൾ കേട്ടത്. ഒരിക്കലും അത് ഈ കേട്ട് അത് വിടാൻ കഴിയത്തില്ല. കാരണം വെച്ചാൽ നിയമപരമായ നടപടി എടുക്കേണ്ടതാണ്. സർക്കാരിന് എടുക്കേണ്ട ബാധ്യതയുണ്ട്, നിയമപരമായി എടുക്കേണ്ട ബാധ്യതകൾ ഒരുപാടുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതിന് തയ്യാറാണോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. എന്താണ് ബിന്ദുവിന്റെ പ്രതികരണത്തിലൂടെ മനസ്സിലാക്കുന്നത് സ്റ്റെഫിൻ? പ്രജീഷ്, ഏതായാലും നിയമപരമായി മുന്നോട്ട് പോകാൻ അവർ താല്പര്യമില്ല എന്ന് പറയുമ്പോഴും സർക്കാരിന് വലിയൊരു ഉത്തരവാദിത്വം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട്. കാരണം ആരോപണം ഉയർന്നിരിക്കുന്നത് ഒരു മന്ത്രിക്കെതിരെയാണ്. ഇതാദ്യമായിട്ടല്ല കെ പി ഗണേഷ് കുമാറിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നത്. അവർ കൃത്യമായ തെളിവുകൾ കയ്യിലുണ്ട്, അത് മുഖ്യമന്ത്രിയെ കാണിക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ അത് ആവശ്യപ്പെട്ടാൽ കാണിക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യമൊക്കെ തന്നെ നേരത്തെ നമ്മോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. അതിലിനി എന്ത് നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വരും എന്നുള്ളതാണ് ഇനി ഏതായാലും കണ്ടറിയേണ്ടത്. ഈ സംസാരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മന്ത്രി കെ പി ഗണേഷ് കുമാറും അതോടൊപ്പം തന്നെ ഭാര്യ ബിന്ദു മേനോനും തമ്മിൽ കാലങ്ങളായി പ്രശ്നമുണ്ട്. ഏതാണ്ട് സെപ്റ്റംബർ മാസം മുതൽ അവർ പിരിഞ്ഞ് താമസിക്കുന്ന ഒരു നിലയിലാണ് ഉള്ളത്. വീട്ടിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ മോശം സാഹചര്യത്തിൽ ഭർത്താവിനെ കണ്ടു. തുടർന്ന് ആണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ളത്. ഇവിടെ അത്യന്തം ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അത് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായിട്ടുണ്ടായിട്ടുണ്ട്. 112 എന്ന നമ്പറിൽ ആർക്കും വിളിക്കാം, അല്ലെങ്കിൽ സഹായം തേടി വിളിക്കാമെന്നാണ് പൊതുവെ നമ്മൾ കാണുന്നത്. പക്ഷേ അങ്ങനെ പോലീസിനെ വിളിച്ചിട്ടും എന്ത് നടപടി, എന്ത് പരിഹാരം അക്കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ഏറെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഈ വിഷയമെല്ലാം നടക്കുമ്പോൾ പോലീസ് ആ പറയുന്ന സ്ഥലത്ത് വന്നിട്ട് തിരികെ അവർ വീട്ടിനകത്ത് കയറി അവരുടെ സാധനമെല്ലാം എടുത്ത് പുറത്ത് ഇറങ്ങുമ്പോൾ അവിടെ പോലീസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ബിന്ദു മേനോൻ പറയുന്നത്. സഹായത്തിന് വേണ്ടി വിളിച്ച പോലീസ് അവരെ ഉപേക്ഷിച്ചു പോയി. അപ്പോൾ എന്ത് നിലപാടാണ് ഈ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് LDF സർക്കാർ ഉയർത്തുന്നത്? അതിലെന്താണ് ഉണ്ടായതെന്നുള്ളത് വ്യക്തമാകുന്നുണ്ട്. അതിലെല്ലാം തന്നെ ഇനി കൃത്യമായ വിശദീകരണം സർക്കാരിന്റെ അവിടെ ഈ മന്ത്രിയാണ്. ഒരു മന്ത്രിയെ സംബന്ധിച്ച്, ഒരു സംസ്ഥാനത്തെ മന്ത്രിയെ സംബന്ധിച്ച് വളരെ ഉത്തരവാദിത്തമുണ്ട്. ഓരോ പൗരന്റെയും സുരക്ഷ നൽകേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസുമായി ബന്ധപ്പെട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് സർക്കാർ കാണിച്ച തിടുക്കമുണ്ടല്ലോ, ആ തിടുക്കം ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. പരാതി, മന്ത്രി പറയുന്ന പോലെ പ്രണയം അദ്ദേഹത്തിനുണ്ടാകാം, ആരുമായിട്ട് പ്രണയിക്കാം, അതൊന്നുമല്ല പ്രശ്നം. അതിനേക്കാൾ ഉപരി ഭാര്യയാണ്. ഭാര്യ നൽകുന്ന പരാതിയുണ്ട്. പരാതിക്കപ്പുറത്തേക്ക് അവർ പറയുന്ന കാര്യങ്ങൾ ഓരോ പോയിന്റായിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് നിയമപരമായിട്ട് ഏറ്റവും പെട്ടെന്ന് സർക്കാർ ഇടപെടേണ്ട വിഷയമാണ്. അങ്ങനെ എന്തെങ്കിലും സൂചനകൾ ലഭ്യമാണോ സംസ്ഥാന പോലീസുമായി ബന്ധപ്പെട്ട്? കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ പരാതിയൊന്നും വേണ്ട, അടിയന്തരമായിട്ട് ഈ കാര്യങ്ങൾ കേട്ടുകൊണ്ട് തന്നെ സർക്കാരിനൊരു നിലപാടെടുക്കാം, അല്ലെങ്കിൽ പോട്ടെ സർക്കാരിനല്ല പോലീസിന് നിലപാടെടുക്കാം. അങ്ങനെ എന്തെങ്കിലും ആലോചനകളോ സൂചനകളോ എന്തെങ്കിലും ഉണ്ടോ? നിലവിലേതായും LDF-നകത്ത് നേതാക്കൾ തമ്മിൽ പലതരത്തിലുള്ള ആശയവിനിമയം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പലരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി എന്ത് നിലപാട് ആ കാര്യത്തിലൊക്കെ വരും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഇന്നും നാളെയുമൊക്കെ ആയിട്ട് ഇനി വിശദമായിട്ട് ആ കാര്യങ്ങളെല്ലാം അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ചും നാളെ മന്ത്രിസഭാ യോഗം ചേരുന്ന ഒരു ദിവസം കൂടിയാണ്. മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രി കെ പി ഗണേഷ് കുമാർ പങ്കെടുക്കുമോ? അങ്ങനെ പങ്കെടുത്തു കഴിഞ്ഞാൽ മറ്റ് ഘടകകക്ഷി മന്ത്രിമാരുടെ നിലപാട് എന്താണ്, മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ എന്താണ് വിശദീകരിക്കാനുള്ളത് എന്നുള്ളതൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. കാരണം അത്യന്തം ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയർന്നിരിക്കുന്നത് ഒരു മന്ത്രിക്കെതിരെയാണ്, മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട അംഗങ്ങൾക്കെതിരെയാണ്. ഒരു സ്ത്രീ അവിടെ ഒറ്റയ്ക്ക് വന്നപ്പോൾ ആ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മൊബൈൽ തട്ടിപ്പറിക്കാനും അവരെ പൂട്ടിയിടാനുമൊക്കെ ശ്രമിച്ചു എന്ന് പറയുന്നത് ഈ കേരളത്തിലാണ്. അതുകൊണ്ട് തന്നെ എന്ത് നിലപാട് അക്കാര്യത്തിലെല്ലാം സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ളത് അറിയണം. ഒപ്പം തന്നെ ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമായി കൂടി മാറുകയാണ്. കോൺഗ്രസ് ഏതായാലും ഈ വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞു. കോൺഗ്രസിൻ്റെ പ്രത്യേകിച്ചും KSUവിൻ്റെ ഒരു ഭാരവാഹിയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് ഒഫീഷ്യലായിട്ട്. DGPക്ക് തന്നെ ഈ വിഷയത്തിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണം, അല്ലെങ്കിൽ ആ സ്ത്രീക്ക് നീതി ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതിലെന്ത് നടപടി ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളത് ആണ് പറയേണ്ടത്. ഏതായാലും പൊതുസമൂഹത്തിലേക്ക് ഈ സ്ത്രീ പറയുന്ന വിഷയങ്ങളെല്ലാം തന്നെ വന്നു കഴിഞ്ഞു. മന്ത്രിക്കെതിരായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളെല്ലാം തന്നെ വന്നു കഴിഞ്ഞു. തൻ്റെ ജീവന് തന്നെ ഭീഷണി ഉണ്ട് എന്ന നിലയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അങ്ങനെ തൻ്റെ ജീവന് ഭീഷണിയുണ്ട്. അന്ന് അവർ ഈ വളകത്തു നിന്നും പാലക്കാട്ടേക്ക് യാത്ര ചെയ്ത് പോകുമ്പോൾ അവർക്ക്
അവർക്ക് ഒപ്പമുണ്ടായിരുന്ന ഡ്രൈവർ പലവട്ടം ചോദിക്കുന്നുണ്ട് തങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ അഭിമുഖീകരിച്ച ഒരുപാട് വിഷയങ്ങളെ പറ്റിയൊക്കെ തന്നെ മാതൃഭൂമി ന്യൂസിനോട് അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യത്തിലെല്ലാം ഇനി വിശദമായിട്ടുള്ള അന്വേഷണമെല്ലാം വരണം. ആരാണ് അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ, ആരൊക്കെയാണ് വന്നത്, അവിടെ എന്ത് നിലപാടാണ് അവർ സ്വീകരിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വരണം. അല്ലെങ്കിൽ 112 വിളിച്ചപ്പോൾ മറ്റേതെങ്കിലും സ്റ്റേഷനിലേക്ക് ഈ പറയുന്ന കേസ്, ഈ വിഷയം കൈമാറിയിട്ടുണ്ടോ, അതിലെന്ത് നിലപാട്, എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അഞ്ചൽ പോലീസ് സ്റ്റേഷൻ്റെയോ മറ്റോ പരിധിയിലായിരിക്കും ഒരുപക്ഷെ വാളകത്തെ ആ പരിസരം വരുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് നിലപാട് ആ കാര്യത്തിലെല്ലാം ഉണ്ടായി എന്നുള്ളതാണ്. ഇനി ഏതായാലും CPM-ൻ്റെയും അതോടൊപ്പം തന്നെ LDF-ൻ്റെയും നിലപാട് ഇക്കാര്യത്തിൽ അറിയണം. കാരണം ഏതെങ്കിലും തരത്തിലൊരു സ്ത്രീയുടെ പരാതി വന്നു കഴിഞ്ഞാൽ ഘോരഘോരം അതിനുവേണ്ടി വാദിക്കുകയും അല്ലെങ്കിൽ ന്യായീകരിക്കാൻ ഒരു വക പോലും നൽകാതെ അതിനെതിരെ കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് പൊതുവെ ഇടതുപക്ഷ നേതാക്കൾ എന്നൊക്കെ അവർ സ്വയമേ പറയാറുണ്ട്. അങ്ങനെ പറയുന്ന നേതാക്കളുടെ ഈ വിഷയത്തിലുള്ള പ്രതികരണവും ഇനി വരും ദിവസങ്ങളിൽ സ്റ്റെഫിൻ, ഈ പറഞ്ഞ രാഷ്ട്രീയമായിട്ട് ഒരു വശത്ത് അതിനേക്കാൾ ഉപരി നിയമപരമായിട്ടൊരു ബാധ്യതയുണ്ടല്ലോ ഈ സർക്കാരിനെ സംബന്ധിച്ച് ഇത്തരം കേസുകളിലോട് കൈകാര്യം ചെയ്യുന്ന രീതി. ഇതൊരു സാധാരണ പൗരനെ സംബന്ധിച്ചാണ്, ഒരു സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് പൗരന്റെ സുരക്ഷ, പൗരനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ജീവനും സ്വത്തിനും ഒരു പരിഹാരം കാണുക എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. ആ സ്റ്റേറ്റ് അവിടെ മിഴിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അത് ശരിയല്ലല്ലോ ആ രീതിയിൽ. കാരണം ഇത്രയും പരാതി വന്നില്ല എങ്കിലും ഈ കേസിന്റെ ഒരു ഗ്രാവിറ്റി ഉണ്ടല്ലോ, അതിനകത്ത് ഒരുപാട് വശങ്ങൾ ഒരുപക്ഷെ പരിശോധിക്കേണ്ടി വരും. പ്രത്യേകിച്ച് അവിടെ മന്ത്രിയാണ്. ആ രീതിയിൽ എന്തെങ്കിലും ഒരു കൂടിയാലോചനകൾ നടക്കുന്നുണ്ടോ? നിലവിൽ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണമൊന്നും മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്കറിയില്ല. പരാതി ഏതായാലും ആ KSU നേതാവിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. ഇപ്പോൾ പരാതി കൊടുക്കാൻ തയ്യാറല്ല എന്ന് ബിന്ദു മേനോൻ വ്യക്തമാക്കിയതോടുകൂടി ഇനി അതാണോ ന്യായീകരണം എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. പക്ഷേ നിലവിൽ ഏതായാലും രണ്ടാം പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിഷയങ്ങൾ, വിവാദ വിഷയങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു മന്ത്രിക്കെതിരെ സ്വന്തം ഭാര്യ വന്ന് അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ട ഒരാൾ വന്ന് ആരോപണം ഉന്നയിക്കുന്നത് അത്യപൂർവമായൊരു സംഭവമാണ്. അങ്ങനെ ഒരു കുരുക്കിലാണ് KB ഗണേഷ് കുമാർ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്തത്തിൽ നിന്നും മാറാൻ ഈ പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല, ഇടതുമുന്നണി നേതാക്കളെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലെല്ലാം കൂടുതൽ പ്രതികരണങ്ങൾ ഏതായാലും വരേണ്ടതുണ്ട്. കോൺഗ്രസ് വലിയ രീതിയിൽ ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കാരണം സമീപകാലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വിഷയമുണ്ടാകുന്നു, അതിനെ തുടർന്ന് എല്ലാ നേതാക്കളും ഇങ്ങനെ പ്രതികരിക്കുന്ന ഒരു നിലപാടാണ് ഈ സ്വീകരിച്ചു വന്നിരുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ നേരത്തെ ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഹോട്ടലിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു, ഒരു SIT രൂപീകരിച്ച് എത്രയും തിടുക്കത്തിൽ അന്വേഷണം നടത്തുന്നു. അങ്ങനെ ഒരു ജിമെയിൽ പരാതിയുടെ പേരിൽ ഇങ്ങനെ അന്വേഷണം നടത്തിയ ഒരു സർക്കാരാണ് ഒരു മന്ത്രിക്കെതിരെ ഇത്രയും അധികം ഗുരുതരമായിട്ടുള്ള പരാതി ഉയരുമ്പോഴും മൗനം പാലിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ഗൗരവതരമായ കാര്യം. ഇനി എന്ത് നിലപാട് അക്കാര്യത്തിലെല്ലാം സർക്കാർ സ്വീകരിക്കും? CP-യുടെ ഒക്കെ തന്നെ നിലപാട് ഇക്കാര്യത്തിൽ വരണമല്ലോ. CP, ബാക്കിയുള്ള LDF മറ്റ് ഘടകകക്ഷികൾ, അത് കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആളുകൾ, ഒരുപാട് പേരൊക്കെ പ്രതികരിക്കേണ്ടതല്ലേ ഈ വിഷയത്തിൽ? കാരണം ഇത് ഇങ്ങനെ ഒളിച്ചു വെക്കേണ്ട കാര്യം അല്ലല്ലോ. കാരണം സർക്കാർ ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ ആലോചിക്കുന്നുണ്ടാകാം. ആ രീതിയിൽ നോക്കി കഴിഞ്ഞാൽ പോലും ഇതൊരു വലിയൊരു വിഷയമാണ്. ഒന്ന് ഘടകകക്ഷി നേതാവ്, ഏക MLA, ഏക മന്ത്രിയാണ് കേരള കോൺഗ്രസ് BA സംബന്ധിച്ച്. അപ്പോൾ ആ ഘടകകക്ഷി നേതാവിനെതിരെ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം ഉന്നയിക്കുന്നത് സ്വന്തം ഭാര്യയാണ്, പുറത്തുനിന്നുള്ള ഏതെങ്കിലും ഒരു പ്രതികരണമല്ല. ആ നിലയ്ക്ക് ന്യായീകരിക്കാൻ ഒരു വകയുമില്ല. പ്രജേഷ്, ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം എടുക്കാൽ പോങ്ങാത്ത ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു നാട്ടികയിൽ ഉണ്ടായ പൊട്ടിത്തെറി. ഒരു MLA തന്നെ കളം മാറി മറ്റൊരു പാർട്ടിയിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണ് CPIക്ക് ഉള്ളിലുള്ളത്. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പരാതികൾ ഉയരുന്നുണ്ട്. LDF-ലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ CPM-ലേക്ക് വന്നു കഴിഞ്ഞാൽ പോലും ഇതുവരെയും സ്ഥാനാർത്ഥികളുമായി ചർച്ചകളൊന്നും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കേരള കോൺഗ്രസ് പേരാമ്പ്ര സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിലനിൽക്കുകയാണ്. അതിലൊന്നും തന്നെ പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഇടതുമുന്നണി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഉള്ളൊരു നിലപാടിലായിരുന്നു ഇടതുമുന്നണി ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ നിലനിൽക്കുന്നതുകൊണ്ടാണ് അതിനൊന്നും തന്നെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയാത്തത്. അതിനിടയ്ക്കാണ് KB ഗണേഷ് കുമാറിൻ്റെ ഈ വിഷയവും കൂടി വന്നിരിക്കുന്നത്. ഇനി ഏതായാലും ജനങ്ങളിലേക്ക് ഈ വോട്ട് ചോദിച്ചു പോകുമ്പോൾ ഇതിനു കൂടി മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് മറ്റ് ഘടകകക്ഷി നേതാക്കൾ മാറും. മറ്റ് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് നിലപാട് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ നിലപാട് തുറന്നു പറയുന്ന നേതാക്കളാണ് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആയിക്കോട്ടെ, അല്ലെങ്കിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുള്ള MP ഗോവിന്ദനായിക്കോട്ടെ, അവരെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വരികയാണെങ്കിൽ നിലപാട് വ്യക്തമാക്കാറുള്ള ആളുകളാണ്. അവരെല്ലാം തന്നെയാണ് ഇപ്പോഴും മൗനത്തിൽ ഏതായാലും തുടരുന്നത്. ഇനി എന്ത് നിലപാട് അക്കാര്യത്തിൽ ഇടതുമുന്നണിയും സ്വീകരിക്കുമെന്നുള്ളത് അറിയണം. വരും ദിവസങ്ങളിലെല്ലാം ഇടതുമുന്നണി യോഗമെല്ലാം ചേരാനുള്ള സാധ്യതയുണ്ട്. അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടല്ല, സ്ഥാനാർത്ഥി എന്ന ചർച്ചകളുമായി ബന്ധപ്പെട്ട്
തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ തരത്തിലേക്ക് പാർട്ടിയുടെയും മുന്നണിയുടെയും പ്രവർത്തനമെല്ലാം തന്നെ മാറും. അങ്ങനെ ഇടതുമുന്നണി യോഗം ചേരും. അതിലെല്ലാം തന്നെ ഇത് ഉയർന്നു വരാനുള്ള സാധ്യതയും കൂടുതലാണ്. പ്രതീക്ഷ.